ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള എക്സിബിഷൻ കാണാൻ വന്നേക്കാണ്. അപ്പോൾ അതിലൊരു വെറൈറ്റി ആയിട്ടാണ് ആദ്യമായിട്ട് നിങ്ങൾ കാണിക്കുന്നത്. ശരിക്കും ഇത് അവസാന എൻഡിലാണ് ഈ ഒരു വിഷ്വലുള്ളത്. പക്ഷെ ഞാൻ ആ വീഡിയോ ഫസ്റ്റ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. രണ്ടായിരത്തി 2025 തൃശ്ശൂർ പൂരത്തിനനുബന്ധിച്ചിട്ടുള്ള ഈ എക്സിബിഷനിലെ ഏറ്റവും വർത്തായിട്ടുള്ള ഒരു വിഷ്വലാണ്, അല്ലെങ്കിൽ ഏറ്റവും വർത്തായിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഈ ഗ്ലൂവിൻ്റെ ഉള്ളിൽ 4D ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, ആയിട്ടുള്ള ഈ വിഷ്വൽ കേട്ടോ. അപ്പോൾ അത് ആരും മിസ് ചെയ്യരുത്. ഏറ്റവും എൻഡിലാണ് ഈ ഒരു ഇത് നമ്മൾ കാണാം. അപ്പോൾ അവിടെ ഒരു 100 രൂപയോ അങ്ങോട്ടാണ് ചാർജ്. അപ്പോൾ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സിബിഷൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ളത് നമ്മളിനി കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം കാണുന്നൊരു പില്ലോ കവർ, സെറ്റ് കവർ അങ്ങനെയായിട്ടുള്ളൊരു കടയാണ്. അവിടെ നമ്മൾ എല്ലാ വർഷവും ഒരു സെറ്റ് കവർ വാങ്ങിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ അവസ്ഥയാണ്. അതാ വേണോ ഇത് വേണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം. കുട്ടിമണി ഏത് ടോയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത്രയും ചോദിക്കും. വേണ അത് വേണ വേണ്ട വേണ്ട നീ വേൻ പറയും. കുറച്ച് കഷ്ടപ്പെടും. അതിനെത്രയാ? അത്ര വേണ്ട പോന, അതായിട്ട് കൂടല്ല. അത് നോക്കല്ലേ നമ്മൾ വാങ്ങിച്ചത്, സെയിം സാധനമല്ല വാങ്ങിച്ച് നശിപ്പിച്ചത്. അത് മതിയാ? അത് മതിയാ? തീരുമാനിക്കട്ടെ വേഗം.
മറ്റേ എന്തേലും തീരുമാനമായ ഇന്നലെ തീരുമാനമായ അത് 1000 അവധിയാ അവധിയാ ചേട്ടോ ചില്ലറ വാങ്ങിക്കോ അതിൻ്റെ ഉള്ളിൽ അതിനോട് ചില്ലറ വാങ്ങിക്കോ അമ്പർക്കിൻ്റെ ചോദിച്ചാൽ കിട്ടും അമ്പും വലിയ ഇരുന്നോ എടുക്കട്ടെ അവസാനം ഗൈസ് ഒരു അമ്പും വില്ലിൻ്റെ ഒരു ടോയ് എടുത്തിട്ടുണ്ട്. എത്ര ടോയ് നോക്കി കഴിഞ്ഞിട്ടാണെന്നറിയോ ഒരെണ്ണം എടുത്തത്. എല്ലാം വീട്ടിലുള്ളത് തന്നെയാണ്, എന്നാലും ഇങ്ങനെ ചകഞ്ഞ് എടുക്കണം. എല്ലാ കുട്ടികളുള്ള പാരൻസിനെ അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാലയും വളയും ഒക്കെ ആയിട്ടുള്ള കുറേ ഓർണമെൻറ്റ്സും അതുപോലെ പ്ലേറ്റ്, വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളും, മരത്തിൻ്റെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളും, അതുപോലെ തൊപ്പി, കണ്ണാട, പിന്നെ വാച്ച്, വെറൈറ്റി കളക്ഷനാണ് കേട്ടോ ഈ വട്ടത്തെ. അതുപോലെ തന്നെ കപ്പ്, സോസ്, ഇതൊക്കെ ആയിട്ടുള്ള കുറേ കടകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വീണ്ടും ഒരു ടോയ് കട വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയൊരു ടോയ് ഇല്ല, ഇനി ടോയ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം ഓടിച്ചാടി പുറത്തേക്ക് പോന്നു. അത് കഴിഞ്ഞൊരു ഹാൻഡ് ബാഗിൻ്റെ ഒരു കടയായിരുന്നു. വെറൈറ്റി പുതിയ മോഡലുകളും പഴയ മോഡലുകളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസാണ് ഇവട്ടുള്ളത്. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്. കുറേ ചോക്ലേറ്റുകൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മളുടെ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ അത് സൂക്ഷിക്കുന്ന ചോക്ലേറ്റ് വരെ അവിടെ ഉണ്ട്. ടേസ്റ്റ് അത്ര മാത്രമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ നേരമായി എൻ്റെ മോനൊരു സ്വീറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം നമ്മൾ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല, പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ. പക്ഷേ ഒരെണ്ണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എൻഡിൽ ഏത് ചോക്ലേറ്റ് വാങ്ങിക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുള്ളത് വാട്ടർ ബോട്ടിൽ, അതുപോലെ സ്റ്റിക്കർ, ബോക്സ്, അങ്ങനെയായിട്ടുള്ള കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള കുറച്ച് ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോയ് ഇനി വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ കുറേ വെറൈറ്റി ബോക്സുകളൊക്കെ ഉണ്ട്, കാറിൻ്റെ ഷേപ്പിലുള്ളത്, പിന്നെ പലതരത്തിലുള്ള വെഹിക്കിളിൻ്റെ ഷേപ്പിലുള്ള ബോക്സുകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഈ മിററ്, എന്നിട്ട് സ്പെക്സ്, പിന്നെ ജെൻസിൻ്റെ ബെൽറ്റ്, അതിനായിട്ടുള്ള കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അലുവ കടയിൽ എത്തിക്കാണ്. അവിടെ നിന്ന് ഏത് അലുവ വാങ്ങിക്കും നമുക്ക് നോക്കാം. മറ്റേത് മക്കളെ പേന എടുക്കാം. അതിൻ്റെ ഇത് വെറുതെ ഊതിയാല് വരില്ല. കുഞ്ഞിനകത്ത് പേന വെക്ക, അടയ്ക്ക. ഊതാൻ അറിയുമോ? ഊതാൻ അറിയും. ബലൂൺ ഊതുന്ന പോലെ മക്കൾ ഊതുക, പെയിന്റിങ് ചെയ്യാം. ഒരു പേന കൊണ്ട് 40 പടം മിനിമം വരയ്ക്കാം. പേന തീരുമ്പോ സാധാരണ പേന മേഡം മോൾക്ക് കളക്ട് ചെയ്യാം, ഇത് കളയാതെ വെക്കാം. ഓക്കെ, താങ്ക് യു പറയൂ. താങ്ക്സ് പറയൂ. നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരം ഗ്രൗണ്ടിലുണ്ട്. എൻ്റെ നമ്പർ 9746076232. ഓക്കെ, താങ്ക് യു. അപ്പോൾ അലുവ കടയിൽ നിന്ന് നമ്മൾ പിന്നെ വന്നത് ഒരു ചേച്ചിയുടെ ഷോപ്പിലേക്കാണ്. അലുവ സൂപ്പർ അലുവയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ എല്ലാ വർഷവും കാണുന്ന പോലത്തെ ആ ഒരു സ്കെച്ചിൻ്റെ ആ ഒരു കട. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നത് ലേഡീസിൻ്റെ കുറേ ക്ലിപ്പുകളും വളകളൊക്കെ ആയിട്ടുള്ള ഒരു കടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ക്ലിപ്പുകളും കുറച്ച് എനിക്ക് അമ്മയ്ക്കായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എടുക്കണേ. $500 താഴെ എല്ലാം കൂടി. അതെടുത്താ
ഓൾറെഡി എല്ലാവർക്കും അതിന് വെയിറ്റ് ആണോ പറയണേ, കാരണം ആൾക്കാർ വാങ്ങിക്കില്ല. അപ്പോൾ എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ ഈ ക്ലിപ്പുകൾ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. ക്ലിപ്പ് ചെരുപ്പ്, അപ്പോൾ ചെരുപ്പ് ഈ വട്ടം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പുകൾ എടുത്തു. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചുരിദാറുകളുടെ, ലേഡീസിൻ്റെ ചുരിദാറുകൾ, സാരികളായിട്ടുള്ളൊരു കട കണ്ടു. പിന്നെയും കുട്ടികളെ കളിപ്പിക്കുന്ന ഇങ്ങനെ വെച്ച് കളിക്കുന്ന വീടിൻ്റെ ഷേപ്പിലൊക്കെയുള്ള ടോയുടെ ഒരു കടയാണ്. പിന്നെ ചിപ്സിൻ്റെ കട, അതുപോലെ ഗ്ലാസ്സുകളുടെ കട, അങ്ങനെ എല്ലാ ഷോപ്പുകളും ഈ വട്ടം അടുപ്പിച്ച് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ചെടികൾ വെക്കാനായിട്ടുള്ള ചെടിച്ചട്ടി നോക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ പാനകളാണ്. ഈ പാനകളൊക്കെ പല ഷേപ്പിൽ, തോക്കിൻ്റെ ഷേപ്പിൽ പോലുള്ള പാനകളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിമണിക്ക് ഇവിടെ സ്റ്റക്കായിരുന്നു, പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. കാരണം ആവശ്യമില്ല, അത് ചിലപ്പോൾ നാശമാവും. പിന്നെ ആവശ്യമില്ല, കുറേ പാനകൾ വീട്ടിലുണ്ട്. പിന്നെ കുറേ ഫ്രെയിമുകൾ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് ലേഡീസിൻ്റെ ഒരു വളകളുടെ സെക്ഷനാണ്. അടിപൊളി വളകളുണ്ട്. പക്ഷെ ഞാനതൊന്നും യൂസ് ചെയ്യാത്ത കാരണം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയിന്നുള്ളൂ. ഞാൻ അങ്ങനെ ക്ലിപ്പുകൾ മാത്രമാണ് കടകളിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ കുറേ വെറൈറ്റി വളകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ചോയ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ അണ്ടിപ്പരിപ്പിന് ചിലത് കേടാണ് കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചത് ചിലത് കേടാണ്. അങ്ങനെ നമ്മൾ കുട്ടിമണി ഒരു ചോക്ലേറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റാണ് എടുത്തത് ഗൈസ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഏതാണെന്ന് കമൻറ്റിൽ പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ബുക്സുകൾ, നമുക്കിപ്പോൾ രാത്രിയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഥകളൊക്കെ ഉള്ള ബുക്സുകളും വലിയവർക്ക് പറ്റിയ ബുക്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രെയിമുകൾ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചില്ല, ഞങ്ങൾക്കങ്ങനെ ഫ്രെയിമും ഇതൊക്കെ അങ്ങനെ വെക്കാറില്ല വീട്ടിൽ. അതുപോലെ തന്നെ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കേട്ടോ. ആ കടയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ നല്ല രസമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഈസ്റ്ററിൻ്റെ ദിവസമാണ് പോയത്. എൻ്റെ ദൈവമേ, ഒടുക്കത്തെ തിരക്കായിരുന്നു. അതുപോലെ കുറേ അച്ചാറുകളാണ് കേട്ടോ നിരത്തി വെച്ചേക്കാണ്. അതുപോലെ തന്നെ നമ്മളുടെ പഞ്ഞിമിഠായും, അതുപോലെ ചോളം വെറൈറ്റികളുണ്ട്. മറ്റേ ചീസ് ചില്ലീൻ്റെ ഒക്കെ ഫ്ലേവറായിട്ടുള്ള കുറേ ചോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലിലെ അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടന്നത്. അവിടെ വെറൈറ്റി മീനുകളുടെ ഒരു കളക്ഷൻസ് തന്നെയായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമാണ്. പിന്നെ ഈസി ആയിരുന്നു, നല്ല സുഖമായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ എൻട്രിയാണ്, അവിടേക്ക് വേറെ പൈസ കൊടുത്ത് നമ്മൾ കയറണം. അപ്പോൾ അവിടെ നമ്മുടെ അരാപ്പായ്മയും അതുപോലെ കുഞ്ഞ് നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ മീനുകളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മീനുകളുടെ കാഴ്ചയാണ് നമുക്ക് തന്നത്. ശരിക്കും ഒരു കടലിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. നമ്മുടെ മറൈൻ വേൾഡ് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, പക്ഷേ പൈസയ്ക്കുള്ളതൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറണുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾക്ക് ഓൾറെഡി എനിമൽസും ബേർഡ്സും ഫിഷൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫോട്ടോ സെക്ഷനും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ വലിയ അരാപ്പായ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിമണിക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ ഒരു വ്യൂ കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കയറി. അതിനുശേഷം നമ്മൾ വന്നത് ഫുഡൊക്കെ ബജ്ജി കടകളൊക്കെ ഇല്ലേ, അങ്ങനെയായിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനിലേക്കാണ്. പിന്നെ ഒരു ഗെയിം സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ കുട്ടിമണി ആൽഫേട്ടനും ഭയങ്കര കളിയായിരുന്നു. ഈ കളി ഞാൻ കളിച്ചില്ല, കാരണം എനിക്ക് എത്തില്ല. അപ്പോൾ അവിടേക്ക് ബോൾ എത്ര എറിഞ്ഞാലും എനിക്ക് എത്തില്ല. അപ്പോൾ ആൽഫേട്ട ഒരു വിധം നന്നായി കളിച്ചു, പക്ഷെ ഒരെണ്ണം മാത്രം വീണില്ല ഗൈസ്. അതിൻ്റെ വിഷമത്തിലാണ്. പിന്നെ ഞാൻ ഈ കളി കളിച്ചു കേട്ടോ. അപ്പോൾ ബോൾ വെച്ചിട്ട് ഇതിലെത്രയോ നമ്പർ പറഞ്ഞു. ആ ഒരു പോയിൻ്റ് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ തമ്പുരാനെ സഹായിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഗൈസ്. അല്ലെങ്കിൽ ഒരു കപ്പെങ്കിലും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഈ വട്ടം അതും കിട്ടിയില്ല. ഞങ്ങൾ 3 ആളും നിരന്ന് നിന്ന് കളിച്ചു. ആ പോയിൻറ്റിൻ്റെ അടുത്ത് പോലും ഞങ്ങൾ എത്തിയില്ല. 17ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. 18 തൊട്ടാണ് അവിടെ സമ്മാനങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ ഗെയിമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ കളിക്കുന്ന ഒരു സെക്ഷനാണ്. ഫുള്ളും കുട്ടികൾക്ക് വേണ്ടിയൊരു ഭാഗമാണ് എക്സിബിഷനിൽ. അപ്പോൾ ഇതിൽ ബോട്ടിങ് നമുക്ക് മുതിർന്നവർക്കൊക്കെ ഇരിക്കാം. പക്ഷെ എനിക്ക് ആ വെള്ളം കണ്ടിട്ട് അതിൽ കയറാൻ തന്നെ തോന്നിയില്ല ഗൈസ്. പിന്നെ നമ്മുടെ ഈ ആകാശത്തു നിന്ന് ഊഞ്ഞാലും അതുപോലെ തന്നെ ഈ ട്രെയിനും ജീപ്പും എന്നിട്ട് അതുപോലെ തന്നെ ഈ സ്കൂട്ടറും ഇങ്ങനെ കുട്ടികൾ ചാടി കളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിമണിയോട് പറഞ്ഞു ഞങ്ങൾ 2 സെക്ഷനിൽ മാത്രം കയറാം, കുറേയിലേക്ക് കയറാൻ നമുക്ക് ടൈമില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പനും മോനും കൂടി ഒരു ഇങ്ങനെ കറങ്ങുന്ന ഒരു ഊഞ്ഞാലും അതുപോലെ പ്ലെയിനിലൊക്കെ പോയി.
അപ്പോൾ വെറുതെ ചുമ്മാതാണ് ഗൈസ്, വെറുതെ അവൻ പറയുന്നതാണ്. ആകാശത്തിൽ കൂടെ ഒന്നുമില്ല, താഴേക്കൂടെ പോകുന്ന പ്ലെയിനാണ്. പിന്നെ അവനായിരുന്നതാണല്ലോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറയണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ബുള്ളറ്റിൻ്റെ ഒരു ഷോപ്പായിരുന്നു. അവിടെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് ആൽഫേട്ടൻ നിൽക്കുന്നുണ്ട്, ഫോട്ടോ സെക്ഷൻ എടുത്ത് കുട്ടിമണി നിൽക്കുന്നുണ്ട്. ഒരു അടിപൊളി ഷോപ്പായിരുന്നു. പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ എടുത്തു. പിന്നെ ഇലക്ട്രിസിറ്റീനെയും ബിഗ്രാഷും ഒക്കെ പറയുന്ന കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. അവിടെ നമ്മൾ കയറിയില്ല, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കയറിയില്ല. അപ്പോൾ ഇന്നത്തെ എക്സിബിഷൻ അടിപൊളിയായിരുന്നു, എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ കുട്ടികളായിട്ട് വന്ന എല്ലാവരും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ വരണം. ഓക്കെ.